ഇപ്പോഴൊന്നും തീരുമാനിച്ചിട്ടില്ല. അതായത് നമുക്ക് ആവശ്യമുള്ള വിഭവം സമാഹരിക്കണം എന്ന കാര്യം പൊതുവായിട്ട് അംഗീകരിക്കുകയാണ്. പിന്നെ എന്തൊക്കെ ഏതൊക്കെ മേഖലയിൽ എങ്ങനെയൊക്കെ എന്നുള്ളതെല്ലാം വിശദാംശങ്ങളായിട്ട് അതിൻ്റെ പ്രായോഗിക തലത്തിൽ വരുമ്പോഴേ പറയാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ ഒരു നിലപാട് നയം അംഗീകരിക്കുന്നു എന്ന് മാത്രമേ. അതൊക്കെ പിന്നീട് ആലോചിക്കും എങ്ങനെയൊക്കെയാണ് വേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് പിന്നെ പരിശോധിക്കുന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു വാർത്ത ഉണ്ടാക്കാനാണ് ശ്രമം. ഞാൻ പറഞ്ഞത് പൊതുവായൊരു നിലപാട് പാർട്ടിക്കുള്ളത്, നമ്മൾ ഈ വിഭവം സമാഹരിക്കുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് നമുക്ക് പണം തരാതിരിക്കുന്നു. നമുക്കാണെങ്കിൽ കേരളത്തിന് വിഭവം ലഭിക്കാനുള്ള നിരവധി സാധ്യത ലോകത്തുണ്ട്, ഈ കേരളത്തിലുണ്ട്, ഇന്ത്യയിലും. അതുകൊണ്ടാണല്ലോ കേരളീയനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക പരാധീനത വെച്ചുകൊണ്ടല്ല അത് ഉപേക്ഷിച്ചത്, അല്ലെങ്കിൽ ഉപേക്ഷിക്കേണ്ടി വരുന്നത്. കേന്ദ്ര ഗവൺമെൻറ് അനുവാദം തന്നാൽ ഇപ്പോഴും അതിനാവശ്യമായ പണം സ്വരൂപിക്കാൻ നമുക്ക് കേരളത്തിന് സാധിക്കും. അതൊക്കെ തിരിച്ചു കിട്ടാനുള്ള വഴിയുള്ള പദ്ധതികളാണ്, പ്രൊജക്റ്റുകളാണ്, നിക്ഷേപം. അതിനൊക്കെ നല്ല സാധ്യതയാണ് ലോകത്തിൻ്റെ വിവിധ മേഖലയിൽ നിന്ന് നമുക്ക് അനുകൂലമായിട്ടുള്ളത്. നേരത്തെ തന്നെ ജപ്പാനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചർച്ച ചെയ്തപ്പോൾ അവർ സമ്മതിച്ചതാണ്. അതുപോലെ വിഭവ സമാഹരണത്തിനാവശ്യമായ നിരവധിയായ വഴികൾ നമ്മൾ കണ്ടെത്തും. ആ കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെയാണ് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പ്രായോഗികമായിട്ട് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെ ചെയ്യണം, അത് നമ്മൾ ഉപയോഗിക്കുമ്പോഴേ പണം നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആ പണം കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാനുള്ള നിലപാടുകൾ അതത് സന്ദർഭത്തിൽ സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോവുക. ജനങ്ങളോട് ഈ കാര്യം തുറന്നു പറയുക തന്നെ ചെയ്യുക. അതുതന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഏകകണ്ഠമായിട്ട് അല്ലെങ്കിൽ ഏകപക്ഷീയമായിട്ട് ഒരു തീരുമാനത്തിലേക്ക് പോവല്ല. ജനങ്ങളുടെ സമ്മതിയോടെ ഈ കാര്യങ്ങൾ നിർവഹിച്ചു പോകേണ്ടതാണ്. ഇപ്പം തന്നെ ചില ആളുകൾ മാധ്യമങ്ങൾ തുടങ്ങിയിട്ടുണ്ട് പണി. അതെങ്ങനെയാണിത് അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ജനങ്ങളെ കേരളത്തിൻ്റെ ഈ മുന്നോട്ടുള്ള ഗതിയെ, ഈ പുതിയ വഴിയെ തടയുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കാര്യമായ ഇടപെടൽ നിങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളെന്ന് പറഞ്ഞാൽ എല്ലാവരുമല്ല, കുറേ ആൾ തുടങ്ങിയിട്ടുണ്ട്. അതുൾപ്പെടെ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് തന്നെയാണ് അതിനെയും ഞങ്ങൾ കൃത്യമായ രീതിയിലുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് ശരിയായ പ്രതിരോധം ചമച്ച് ആവശ്യമുള്ളത്ര നമുക്കുള്ള മൂലധന നിക്ഷേപം ശേഖരിക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ഇടപെടലും, അതുപോലെ തന്നെ ഗവൺമെന്റിന് തീർച്ചയായിട്ടും വിവിധ മേഖലയിൽ നിന്ന് സ്വരൂപിക്കാവുന്ന മൂലധനം കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാനും സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സഹകരണ മേഖലയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം. പൊതുമേഖലാ സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ സഹകരണ മേഖല, ഇതെല്ലാം ചേർന്നുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായിട്ട് ചേർന്നാണ് നിരവധിയായ പ്രൊജക്റ്റുകളും നിലപാടുകളും നടപടികളും സ്വീകരിക്കാനാവുക. അത് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞതാണ്. ജവഹർലാൽ നെഹ്റു ആ കാലം മുതൽ പറഞ്ഞിട്ടുള്ളതാണ്. സഹകരണ മേഖല എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ട്രഷറിയാണെന്ന്. അത് കൃത്യമായിട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം രേഖയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ പ്രായോഗിക തലത്തിലുള്ള പ്രവർത്തനങ്ങൾ വളരെ ചെറുതായിട്ട് മാത്രമേ മുന്നേറിയിട്ടുള്ളൂ. അപ്പോൾ അതിന് നല്ല ഊന്നൽ കൊടുത്തുകൊണ്ട് നമുക്കിഷ്ടം പോലെ മൂലധന നിക്ഷേപത്തിനുള്ള സൗകര്യം, സഹകരണ മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശക്തി കേന്ദ്രം ആണ് കേരളം എന്നുള്ളതുകൊണ്ട് ആ മേഖലയെ നമുക്ക് ഫലപ്രദമായിട്ട് വികസനത്തിന് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്യും. നിർദ്ദേശങ്ങളെ സംബന്ധിച്ചെല്ലാം ഓരോന്നും നമ്മുടെ സഖാക്കൾ കാണുന്നത് ജനവിരുദ്ധമാവാതിരിക്കുകയും, അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം. ഈ കേരളത്തിലെ അടിസ്ഥാന വർഗ വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ ഫലപ്രദമായി ഈ സന്ദർഭത്തിലും കൈകാര്യം ചെയ്യപ്പെടുമെന്നുള്ളതിന് ഗ്യാരണ്ടി ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രതിനിധി സഖാക്കളുടെ ഊന്നൽ. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമുക്കെല്ലാം അറിയുന്നത് പോലെ ഈ വികസന പ്രക്രിയ മുന്നോട്ടേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഇടത്തരം വിഭാഗത്തെ രൂപപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യാം. എന്നാൽ അതോടൊപ്പം തന്നെ പരമ്പരാഗതമായ തൊഴിലാളി വിഭാഗം, ജനവിഭാഗങ്ങൾ, നമ്മുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള വിഭാഗം, ആ വിഭാഗങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ ഫലപ്രദമായിട്ട് ഈ പൊതുവികാസത്തിൻ്റെ ഒപ്പം തന്നെ അതിനെയും ഫലപ്രദമായി ചേർത്ത് നിർത്തി മുമ്പോട്ടേക്ക് പോകണം എന്നുള്ള കാര്യമാണ് സഖാക്കൾ ഡെലിഗേഷനുകൾ വ്യക്തമാക്കിയത്. ഏതൊക്കെ മേഖലയാണോ വേണ്ടത് ആ എല്ലാ മേഖലയും, അത് സർവ്വതല സ്പർശിയായ മേഖലയാണ് ഉദ്ദേശിക്കുന്നത്. അത് ഏതെങ്കിലും നിങ്ങൾക്ക് പല നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ സ്വീകരിക്കും.